Yeah, cool. Yeah, sorry for the delay. Okay, so okay. Hi, Anil sir. Am I audible? Yes, sir. Okay, perfect. Okay, so good evening, everyone, and have a very good evening. And I'll be handling the session for Excel. So we will be covering from basics to advanced Excel. Uh, Okay, so I think we will be having some 8 to 10 sessions in total. So where we will be trying to cover from very basics introduction to Excel to advanced level, like how you can handle the data and how we can do the transformations and creating the dashboards and whatever possible we will be covering so far. And I really appreciate ഐ മീൻ സർ മലയാളത്തിലാണോ അതോ ഓക്കെ വിത്ത് ഇംഗ്ലീഷ്? കുട്ടികൾ പുറത്തുനിന്നുള്ള ആൾക്കാരങ്ങനെ ആരും ഇല്ല. മലയാളം എല്ലാവർക്കും കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ എന്തെങ്കിലും മിക്സ് ചെയ്ത് പറഞ്ഞാലും മതി. ഓക്കെ ഷുവർ. സൗകര്യം പോലെ. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ ലൈക്ക് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓർഗനൈസ് ചെയ്ത് എം എൽ ടീമിനും ഒരു കൺഗ്രാജുലേറ്റ് പറയാണ്. ലൈക്ക് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറയുന്നത് എന്താ വളരെ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കുറച്ചുകൂടെ എലമെന്ററി ലെവലിൽ തന്നെ എക്സൽ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഗുഡ് ബിക്കോസ് നമ്മൾ എപ്പോക്ക് തന്നെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തായി കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് നമുക്ക് എപ്പോ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം നമുക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ നമുക്ക് ഇനിഷ്യലി തന്നെ വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡാറ്റനെ ഒന്ന് റെഡിയാക്കുക, അനാലിസിസ് റെഡിയാക്കുക എന്നതാണ്. ആ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് എക്സൽ തന്നെയാണ്. ഓക്കെ, സോ എക്സലിൽ ഒന്ന് ഡാറ്റ എല്ലാം റെഡി ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും എന്താ ബാക്കി അനാലിസിസ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എക്സലിന് ഇപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. Now, so Excel എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. സോ ദിസ് ഇസ് ദ ഓപ്പൺ വേർഷൻ ഓഫ് എക്സൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു എക്സൽ, എക്സൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. ബട്ട് അതിന് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് പവർ ഇൻ ഇറ്റ്. ലൈക്ക് നമുക്ക് ഓൾമോസ്റ്റ് ബേസിക് ആയിട്ട് വരുന്ന എല്ലാ ഡാറ്റ ഹാൻഡ്ലിങ്ങും വളരെ ഈസി ആയിട്ട് വേറൊരു പ്രോഗ്രാമിംഗ് ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കുറച്ച് ക്ലിക്കുകളോടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും എക്സൽ വെച്ചിട്ട്. സോ അത് എക്സലിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സൽ എന്ന് പറയുന്ന ഒരു ടൂൾ എന്താ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് തന്നെ എന്ത് ചെയ്യാനായിട്ടാണ്, നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആക്കാം എന്നുള്ള ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ ഡേറ്റനെ സിംപ്ലി എന്ത് ചെയ്യാൻ സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് എക്സലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു 1970s ആൻഡ് 80s ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു ടെക്നിക്കലി പറയുവാണെങ്കിൽ ഒരു പ്രീ എക്സൽ എറ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ആ സമയത്ത് നമുക്ക് വേറെ ടൂൾസ് ഉണ്ടായിരുന്നു, ലൈക്ക് വിസി കാൽക്ക് അല്ലെങ്കിൽ ലോട്ടസ് എന്നൊക്കെ പറയുന്നുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. സോ സിംപ്ലി ആ ഒരു മീൻസ് ഈ ഒരു ടൈമാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പായി വരുന്ന ഒരു ടൈം, 1970s 1980s ഒക്കെ. ആ ഒരു സമയത്തൊക്കെ തന്നെ എന്താ ഈ വിസ്കാൽക്ക് അല്ലെങ്കിൽ ലോട്ടസ് പോലുള്ള ടൂൾസ് ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ത് ചെയ്യാനായിട്ട്, കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്. പക്ഷെ അതൊരു എന്താ ഈ ഒരു 1980s ഒക്കെ കാലത്തിൽ തന്നെ ഈ ഒരു ടൂൾസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇത് ജസ്റ്റ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ സിമ്പിൾ ഒരു കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള, അതായത് അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക, ദെൻ ഒരു ആവറേജോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് ഈ സോഫ്റ്റ്വെയർസിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്താ 1980s ഒക്കെ ആയ സമയത്ത് നമുക്ക് ഇനിഷ്യലി വന്നിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ആപ്പിൾ മാക്കിൻതോഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എക്സൽ വേർഷൻ 1 അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ലോട്ടസ് കാര്യങ്ങളൊന്നും തന്നെ മാക്കിലില്ല ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാക് എന്ത് ചെയ്തു, ആപ്പിള് ഫസ്റ്റ് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഡാറ്റനെ സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സിമിലർ ടു ലോട്ടസ് വേർഷൻ. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൗസ് കൊണ്ടിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ടൂളാണ് ഫസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു ടൂൾ വരുന്ന സമയത്ത് ഓക്കെ ഓക്കെ ലോട്ടസ് 123 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു എന്താ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു ഫസ്റ്റ് ലോട്ടസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇത് അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. സോ ദിസ് ഇസ് ദ വെർഷൻ. ഇതായിരുന്നു ലോട്ടസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, ഈ ഒരു ലോട്ടസ് സോഫ്റ്റ്വെയർ ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, മാക്കിൻതോഷ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം വന്നതാണ് ആദ്യം ലോട്ടസ് നോട്ട് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം തന്നെ ഒരു സിമ്പിൾ വേർഷൻസ് ആയിരുന്നു. ഇത് എന്താ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ലൈക്ക് നമ്മുടെ ഡോക്ക് സിസ്റ്റം കൊണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആണ്. ഓക്കെ, സോ ഇതിൽ നിന്നിട്ട് എന്ത് ചെയ്തു, ആപ്പിള് എക്സലിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആപ്പിൾ എക്സലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ എക്സൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു മൗസ് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂളായിട്ട് വന്നു. ഓക്കെ, അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റെവല്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സൽ 2.0 കണ്ടിട്ടാണ്. ഓക്കെ, എക്സൽ വേർഷൻ 2 വരുന്ന സമയത്താണ് അത് എന്താ വിൻഡോസിലേക്ക് എക്സലിനെ കൊണ്ടുവരുന്ന സമയത്താണ്. സോ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് എക്സൽ 365 ഒക്കെയാണ്. പക്ഷെ എക്സൽ 2.0 ഉണ്ട്. സോ ദിസ് വാസ് ദ എക്സൽ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ടൂളായിരുന്നു എക്സൽ 2.0. വിൻഡോസിൽ വരുന്ന ആദ്യത്തെ എക്സൽ 2.0 വേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടൂളായിരുന്നു. ഓക്കെ, ഈ ഒരു രൂപത്തിലുള്ള ഒരു എക്സൽ ഫോമാറ്റ് ആയിരുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ ഒരു സ്പ്രെഡ്ഷീറ്റ് ലെവലിലുള്ള എക്സലിന് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസോഫ്റ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു 1987 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൂളാണ്. ഓക്കെ, ആൻഡ് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻഡോസിലും മാക്കിലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി. ദെൻ 1993 എക്സൽ 5 വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ചുകൂടെ വിഷ്വൽ VBA പോലുള്ള കാര്യങ്ങൾ എക്സലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മീൻസ് പ്രോഗ്രാമിംഗ് കൂടെ എക്സലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് വിഷ്വൽ ബേസിക്സ് VBA എന്ന് പറയുന്ന വിഷ്വൽ ബേസിക്സ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നത് എക്സൽ 97. ഓക്കെ, എക്സൽ വേർഷൻ 1997 എന്ന് പറയുന്ന വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എക്സലിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള എക്സലിന്റെ ഒരു ഇനീഷ്യൽ വേർഷൻ വന്നത്. ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ 97 എന്ന് പറയുന്നത്. സോ ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ 97 പിവറ്റ് ടേബിൾ പോലുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ്ലി നമ്മുടെ ഡാറ്റനെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് എക്സലിനെ കൊണ്ടുവന്നത് എക്സൽ 97 വേർഷൻ മുതലാണ്. ദെൻ എക്സൽ 2007 വേർഷൻ വന്നപ്പോഴേക്കും എന്താ ഈ മെനൂസ് ഒക്കെ റീപ്ലേസ് ചെയ്തെന്ന് കാണുന്ന റിബൺ മെത്തേഡ്സിലൊക്കെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ധാരാളം റോസ്
ലൈക്ക് നമ്മൾ ഇന്ന് കാണുന്ന 1 million rows ഇൻ എക്സൽ എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് എത്താനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി, എക്സലിൽ ചെയ്യാൻ പറ്റും. അത്രയധികം അഡ്വാൻസ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ എക്സൽ 2007 മുതലാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ചെയ്തു വരാനായിട്ട് പറ്റുക. ഓക്കെ, ആൻഡ് ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എക്സൽ 2007 കഴിഞ്ഞിട്ട് 2010 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, 2013 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 2016, ദെൻ 2019, 2021 ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2090s മുതൽ 2024 വരെയുള്ള ടൈമിലാണ് എന്ത് ചെയ്തത്, എക്സല് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എന്ന് പറയുന്ന വേർഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് ഇസ് ഓഫീസ് 365 വേർഷൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേ ചെയ്തിട്ട് അല്ലെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് മൈക്രോസോഫ്റ്റ് എക്സൽ 365 വേർഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ വേർഷൻ ആണ്. നിങ്ങൾ മന്ത്ലി ഒരു എമൗണ്ട് പേ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ഐ ഡി ഉണ്ട് എങ്കിൽ, സ്റ്റുഡന്റ് ഇമെയിൽ ഐ ഡീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഈ ഒരു എക്സലിനെ അഫോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് മോസ്റ്റ്ലി ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നതിന് ക്രാക്ക് വേർഷൻസ് ആണ്. നമ്മൾ ക്രാക്ക് വേർഷൻസ് യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് നമ്മൾ വളരെ സിംപ്ലി ചെയ്യുന്നൊരു കാര്യമാണ് ക്രാക്ട് വേർഷൻസ്. പക്ഷെ ക്രാക്ട് വേർഷൻസിന്റെ ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഈ ക്രാക്ട് വേർഷൻസ് കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഡേറ്റാസ് വളരെയധികം ചോർന്നു പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ പല ആൾക്കാരെയും എന്താ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ എന്താ പറയാ ഡിജിറ്റൽ തട്ടിപ്പുകൾക്കൊക്കെ വിധേയമാകുന്നതിന് ഒരു കാരണം ഈ ക്രാക്ട് വേർഷൻ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടെയാണ്. സോ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാനായിരിക്കും നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പല ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് അപ് ടു ദം. ബട്ട് വി എൻകറേജ് ടു ഹാവ് എ പ്രോപ്പർ വേർഷൻ. ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാനും ഒക്കെ ബെറ്റർ ഒരു മെയിൻ വേർഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 4000 rupees ഒക്കെ പേ ചെയ്യുകയാണെങ്കിൽ എക്സൽ സ്റ്റുഡൻസ് വെർഷൻ അവൈലബിൾ ആയിരിക്കും. അല്ല എങ്കിൽ പലപ്പോഴും നിങ്ങൾ ലാപ്ടോപ്പോ സിസ്റ്റമോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വിൻഡോസ് എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൽ ഒരു ഹോം വേർഷൻസ് അല്ലെങ്കിൽ ഹോം ആൻഡ് സ്റ്റുഡന്റ് വെർഷൻ ഓൾറെഡി ഒരു കോംപ്ലിമെന്ററി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ലൈസൻസ് ഉണ്ട്, നിങ്ങൾ ഷോപ്പുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് നിങ്ങൾക്ക് ക്രാക്ട് വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നില്ല എന്ന കാര്യം ഉറപ്പാക്കുക. ഓക്കെ, എക്സൽ യൂസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് മേക്ക് ഷുവർ യു ആർ നോട്ട് യൂസിങ് ദ ക്രാക്ക്. ബിക്കോസ് ക്രാക്കിൽ എപ്പോഴും ഒരു സോഫ്റ്റ്വെയറിന്റെ ക്രാക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്രാക്ട് വേർഷൻസിന്റെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എൻകോഡിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ ക്രാക്ക് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ഫയൽ കൂടെ അതിലുണ്ടാവും. ആ ഒരു എക്സ്ട്രാ ഫയലിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്താ ആ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത ആള് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഇന്ന് ചോർത്തിക്കൊണ്ട് പോകുന്നതെന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ക്രാക്കിംഗ് പാർട്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സലിന്റെ മൈൽ സ്റ്റോൺസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എക്സലിന്റെ ഹിസ്റ്ററി ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കാണുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് കാണുന്ന എക്സൽ എന്ന് പറയുന്നത് അത്യാവശ്യം പല രീതിയിലുള്ള ഡാറ്റ അനാലിസിസ് പെർഫോമൻസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്ന് നമുക്ക് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ ഡാറ്റ അനാലിസിസ് വർക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം വളരെ ഡീപ്പായിട്ടുള്ള അനാലിസിസ് അല്ലെങ്കിൽ എന്താ മെഷീൻ ലേണിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡീപ്പ് ഡാറ്റ സയൻസ് മെത്തേഡ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു എലമെന്ററി ലെവലിലുള്ള എല്ലാ തരത്തിലുള്ള അനാലിസിസ് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സൽ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ധാരാളം സിമ്പിൾ ആയിട്ടുള്ള ക്ലിക്കുകളിലൂടെ തന്നെ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും നമ്മുടെ അനാലിസിസ്, റിസർച്ച്, ഔട്ട്പുട്ട് ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ എക്സൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ നൗ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും എക്സലിനെ കുറിച്ചിട്ട്.
പക്ഷെ നമുക്ക് എന്നാലും എന്താ ചെയ്യാം, നമ്മളൊരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സലിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എക്സല് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ വിൻഡോസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, എക്സൽ ആക്സസ് ചെയ്യാം. മാക് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോട്ട്ലൈറ്റ് സെർച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം എക്സൽ. സോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനൊന്നും ഇന്നത്തെ തലമുറയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എക്സൽ ഓപ്പൺ ചെയ്യാൻ അറിയാം എന്നുള്ള ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നൗ എക്സൽ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് വ്യൂ ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് വ്യൂ എന്നാണ്. ഓക്കെ, സോ എക്സൽ എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ആണ്. മൈക്രോസോഫ്റ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സൽ വിൽ ഹെൽപ്പ് us ടു ഓർഗനൈസ് ദ ഡേറ്റ ഇൻ കോളംസ് ആൻഡ് റോസ്. ഓക്കെ, ഒരു കോളം റോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റനെ ഓർഗനൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യാനായിട്ട് എക്സൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. എക്സൽ വിൻഡോസ്, മാക്, ആൻഡ്രോയിഡ്, iOS ഈ 4 പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഓക്കെ, വിൻഡോസിലും മാക്കിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ് എക്സൽ എന്ന് പറയുന്നത്. 1985 ഫസ്റ്റ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഓവർ ദ ഇയേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ധാരാളം മാറ്റങ്ങൾ വന്നിട്ട് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എക്സൽ എത്തിയിട്ടുണ്ട്. ഇന്ന് AI സപ്പോർട്ട് ഉൾപ്പെടെ, മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് ഉൾപ്പെടെയുള്ള AI സപ്പോർട്ട് ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നൗ എക്സൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് അനാലിസിസ്, ഡാറ്റ എൻട്രി, ഡാറ്റ മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ഡാറ്റ അനാലിസിസ്, വിഷ്വൽസ് ആൻഡ് ഗ്രാഫിക്സ്, പ്രോഗ്രാമിംഗ്, ഫങ്ഷണൽ, ഫിനാൻഷ്യൽ മോഡലിംഗ് ആൻഡ് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഓഫീസ് 365 ആണ്. നിങ്ങൾക്ക് എന്താ ജസ്റ്റ് office.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലില് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ബൈ ഓഫീസ് മൈക്രോസോഫ്റ്റ് 365 ആണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് 2024 ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ 2021 ഉണ്ട്. സോ ഇതുപോലുള്ള വേർഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഓക്കെ, ഇതാണ് ഇയർലി പ്ലാൻ വരുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഇയർലി പ്ലാൻ വരുന്നത് പേഴ്സണൽ യൂസിന് 6,899 ആണ് വരുന്നത്. ആൻഡ് ഫാമിലി യൂസിനാണെങ്കിൽ അപ് ടു 5 മെമ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 8,199 ആണ് വരുന്നത്. പ്രീമിയം ആണെങ്കിൽ അതിന്റെ ആവശ്യം നമുക്കില്ല, നമുക്ക് പേഴ്സണൽ വേർഷൻ ഇസ് ഫൈൻ. അല്ല എങ്കിൽ നിങ്ങൾക്ക് 689 ആണ് പെർ മന്ത് നിങ്ങൾക്ക് ചാർജ് വരുന്നത്. ഓക്കെ, ആൻഡ് മന്ത്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇയർലി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് സ്റ്റുഡൻസിന് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ഓഫീസ് 365 സ്റ്റുഡന്റ് വേർഷൻസ് അവൈലബിൾ ആണ്. സോ സ്റ്റുഡന്റ് വേർഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സ്റ്റുഡന്റ് വേർഷൻസ് പ്രൈസിങ് വരുന്നത് ബേസിക് വേർഷൻ എന്ന് പറയുന്നത് ഇത് ഓൺലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെബ് ബേസ്ഡ് ആയിട്ട് ഔട്ട്ലുക്ക്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു സ്റ്റുഡന്റ് മെയിൽ ID ഉണ്ടായിരുന്നാൽ മാത്രം മതി. അത് ഫ്രീ ആണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ ഒരു ഇത് യൂസ് ആണ്. നമുക്ക് ഇന്ത്യൻ ഇതിലോട്ട് മാറ്റുകയാണെങ്കിൽ A3 എന്ന് പറയുന്ന ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 270 rupees ആണ് പെർ മന്ത് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്കൂൾസ് സോറി അത് ഫാക്കൽറ്റി ആണ്. 210 ആണ് എന്ത് വരുന്നത്, സ്റ്റുഡൻസിന് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഓഫീസ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ് ടു 5 PCs നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യൂസറിന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഒരു യൂസർ ലൈസൻസും ഉണ്ട്. 210 പെർ മന്ത് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഓഫീസ് 365 A3 എന്ന് പറയുന്ന വേർഷൻ അല്ലെങ്കിൽ 365ന്റെ A3 എന്ന് പറയുന്ന വേർഷനിൽ ധാരാളം AI ഫീച്ചേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക്
ഈ കാര്യങ്ങളിലേക്കാവാം. നമുക്ക് പവർ പോയിന്റോ വേർഡോ ഒക്കെ വരുന്ന സമയത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പെർച്ചേസ് പറ്റിയില്ല എങ്കിൽ ഐ വുഡ് പ്രിഫർ ടു ഗോ ഫോർ ദ ഓഫീസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ വേർഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, നിങ്ങൾ ക്രാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ. ഓക്കെ, സോ ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഞാൻ അക്കാഡമിക് വേർഷൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അക്കാഡമിക് വേർഷൻ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, സോ ഒരു ഈ ഒരു പേജിലോട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, portal.office.com. സോ ഇതിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് സബ്സ്ക്രിപ്ഷൻസ് എന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെയുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു A1+ എന്ന് പറയുന്ന വേർഷനാണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിലേക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ഇതിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓഫീസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ വി ക്യാൻ ആക്സസ് ഇറ്റ്. ഇനി ഓക്കെ, നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടും. സോ ഈ ഒരു എക്സൽ പ്ലാറ്റ്ഫോം കിട്ടും. എനിക്കറിയാം നിങ്ങൾക്ക് പല ആൾക്കും ബേസിക് യൂസേജ് അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിംപ്ലി ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടെ പറഞ്ഞത്. ഈ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏറ്റവും മേളിലൊരു ടാസ്ക് ബാർ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, മെനു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മെനൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഓപ്ഷൻസ് കാണും. ഈ ഒരു ഓപ്ഷനെ നമ്മൾ റിബൺസ് എന്നാണ് പറയുന്നത്. ഓരോ മെനു നോക്കി കഴിഞ്ഞാലും നമുക്ക് നേരത്തെ വരുന്നത് പോലെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു പോപ്പ് ഔട്ട് വരില്ല. ഇപ്പൊ നമുക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതൊരു റിബൺ മെത്തേഡാണ്. റിബൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓരോ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെനുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിബൺസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ ദിസ് റിബൺ. ഓക്കെ, ഈ റിബൺസ് കാണാനായിട്ട് നമുക്ക് കഴിയും. ഈ റിബൺസിൽ നമുക്ക് എന്തുണ്ട്, ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു കോളംസ് ആൻഡ് റോസ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ കോളംസിന് ഓരോ ABC എന്ന് പറയുന്ന കോളംസ് ഉണ്ടാവും. അതുപോലെ തന്നെ 1 2 3 പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, റോസും ഉണ്ടാവും. ഈ കോളംസും റോസും ഓക്കെ, നമുക്ക് ടോട്ടൽ വന്നിട്ട് എന്തുണ്ട്, ടോട്ടൽ വന്നിട്ട് കോളംസിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, 10,48,576 റോസ് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഇൻ ടോട്ടൽ 16,384 കോളംസും ഉണ്ടാവും. ഓക്കെ, ഇതാണ് എക്സലിൽ ഇന്നുള്ള എക്സലിലെ സ്പ്രെഡ്ഷീറ്റിലെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. 10,48,576 റോസും 16,384 കോളംസും നമുക്ക് ഉണ്ടാകും. ഓക്കെ,
കോളംസ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം എ മുതൽ XFD വരെയുള്ള കോളംസ് ഉണ്ടാവും. അതുപോലെ തന്നെ 1 മുതൽ 10,48,576 വരെയുള്ള റോസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഓരോ കോളം റോസ് ചേർന്ന് വരുന്ന ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇവിടെ കാണുന്ന ഓരോ ചെറിയ ചെറിയ റോസ് കോളംസിനെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോമ്പിനേഷൻസിന് നമ്മൾ പറയുന്നതാണ് സെൽ എന്ന്. ഓക്കെ, സോ സെല്ലിന്റെ നൈംസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് കോളം നൈം ആൻഡ് റോ നൈം വെച്ചിട്ടാണ്. സോ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് നോക്കുകയാണെങ്കിൽ A1 എന്ന സെല്ലായിരിക്കും. എ എന്ന് പറയുന്ന കോളത്തിലെ ഫസ്റ്റ് റോയിലുള്ള സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി A1. ഓക്കെ, ആൻഡ് ഇപ്പോ A2 നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും നിങ്ങൾ ഏത് സെല്ലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ J7 ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. സോ നൗ M12 എന്ന് പറയുന്ന സെല്ലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് കാണാനായിട്ട് കഴിയും. നൗ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിൽ നമുക്ക് ഡേറ്റാസ് എൻ്റർ ചെയ്യാൻ പറ്റും. 1 2 3 എന്ന് പറഞ്ഞിട്ട് ഡേറ്റാസ് എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. 1 + 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 1 + 1 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 1 ആയിരിക്കും വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമ്മായിട്ട് ഇവിടെ കിട്ടില്ല. അങ്ങനെ ഒരു സമ്മായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൂടെ കൊടുക്കണം, ഒരു ഈക്വൽ ടു 1 + 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, നമുക്ക് അതിന്റെ സമ്മ് നമുക്ക് കിട്ടും. ഓക്കെ, സോ സിംപ്ലി നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, ആൻസേഴ്സ് കിട്ടില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിന്റെ കൂടെ ഒരു ഈക്വൽ ടു കൂടെ കൊടുക്കാറുണ്ട്. സോ ഇവിടെ 1 + 1 എന്ന് കൊടുത്തപ്പോഴേ നമുക്ക് 1 + 1 എന്ന് തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തത്. 1 + 1 ഈക്വൽ ടു കൂടെ കൊടുത്തപ്പോഴേക്കും നമുക്ക് വന്നിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്, ഓക്കെ, നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഏരിയാസിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ബാർ ആണ്. ഇതിന് നമ്മൾ ഫംഗ്ഷൻ ബാർ എന്ന് പറയും. ഇവിടെ നമുക്ക് എന്താണ് ആഡ് ചെയ്ത് എന്താണ് അവിടെ നമ്മൾ എക്സാക്ട്ലി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഈക്വൽ ടു 1 + 1 എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ സെല്ലിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ആൻസറുമാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈക്വൽ ടു സിമ്പിൾ ആയിരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കൊടുക്കുന്നത്. സോ ഇപ്പോ 10 അതിന്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമ്മളൊരു ഓവർവ്യൂ നോക്കുവാണെങ്കിൽ എക്സലില് ഇപ്പോ ഉള്ള എക്സലില് നമുക്ക് 2 ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു റിബൺ ഏരിയ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റ് ഏരിയ. ഓക്കെ, ഇതിനെ നമ്മൾ ഷീറ്റ് എന്നായിരിക്കും പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷീറ്റ് 1 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലസ് ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എക്സൽ ഇതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, CSV ആണ് എങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് CSV ഫോമാറ്റിലാണ് ഡേറ്റ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എക്സൽ ഫോമാറ്റിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ബേസിക്കലി 2 സ്ട്രക്ചേഴ്സ് ആണ് നമുക്കുള്ളത് എക്സലില്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിബണും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷീറ്റും ആണ്. ഓക്കെ, നൗ റിബൺ ആൻഡ് ഷീറ്റ്. ഇനി റിബണിൽ വന്നു കഴിഞ്ഞാൽ റിബൺ എന്ന് പറയുന്നത് റിബൺ പ്രൊവൈഡ് ഷോർട്ട് കട്ട് ടു എക്സൽ കമാൻഡ് ആണ്. ഓക്കെ, എക്സൽ കമാൻഡ്സിലേക്കുള്ള സോ ഷോർട്ട്കട്ട് ക്യാൻ ബി ലൈക്ക് നമുക്കൊരു വാല്യൂ, ഇപ്പോ ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. സോ വി ക്യാൻ കട്ട് ഇറ്റ്. ഓക്കെ, വി ക്യാൻ കട്ട് ദ വാല്യൂ ആൻഡ് വി ക്യാൻ പേസ്റ്റ് ദ വാല്യൂ.
ഓക്കെ, കട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്, പേസ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. എനിക്ക് വാല്യൂവിനെ സെന്റർ ചെയ്യണമെങ്കിൽ ഒരു കമാൻഡ് ആണ്. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതൊരു ടേബിൾ ഫോമാറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു അതെന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ഇതുപോലുള്ള ധാരാളം കമാൻഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താ സെല്ലിന്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ടിന്റെ കളർ ചേഞ്ച് ചെയ്യാം, സെല്ലിന്റെ കളർ ചേഞ്ച് ചെയ്യാം. സോ എവറിത്തിങ് ഈസ് കോൾഡ് ആസ് കമാൻഡ്സ്. ഓക്കെ, ഇതിനെല്ലാം തന്നെ നമ്മൾ എന്താ കമാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ റിബൺ ഈ ഒരു ഓഫീസ് 365 വരുമ്പോൾ ആപ്പ് ലോഞ്ചേഴ്സ് ഇവിടെ ഇപ്പൊ ഉണ്ടാവും. എക്സൽ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആപ്പ് ലോഞ്ചേഴ്സ് ഇവിടെ ഉണ്ടാവും. ആപ്പിളിൽ ഒരു മാക്കിൽ അത് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെയുള്ള ഓരോ മെനൂസിനെ നമ്മൾ ടാബ്സ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. റിബണിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ അതിനെ ടാബ് എന്ന് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോ ചെറിയ ചെറിയ എന്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാന് ഓക്കെ, സോ ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിസിബിൾ ആവും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെപ്പറേഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു സെപ്പറേഷനുള്ളിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിംപ്ലി കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റിംഗ് ഫങ്ഷൻസ് ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. ഓക്കെ, സോ ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് ഇൻഡന്റേഷൻസിനാണ് ഈ ഒരു ഗ്രൂപ്പ് വരുന്നത്. ലൈക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ടേബിൾ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ടായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇതിൽ വരുന്ന ഓരോ ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ടാവും, കമാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓട്ടോസം എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ദെൻ എന്താ ഫിൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ക്ലിയർ എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ഫോർമാറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്, ഇതെല്ലാം ഓരോ കമാൻഡ്സ് ആണ്. ഓക്കെ, നൗ ഞാൻ പറഞ്ഞ പോലെ വിൻഡോസിൽ ഇവിടെ ഒരു ആപ്പ് ലോഞ്ചർ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ, മാക്കിലേക്ക് വരുമ്പോൾ അത് ഇല്ല. ദെൻ ടാബ്സ് എന്ന് പറയുന്നത് നമ്മൾ മെനൂസ് ആണ്, ഡിഫറെന്റ് മെനൂസ് ആണ് ടാബ്സ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു ഒരു സിമിലർ കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. കമാൻഡ്സ് എന്ന് പറയുന്നത് ഈച്ച് ഓഫ് ദി വേർഡ്സ്. നൗ ഇനി നമ്മൾ ഷീറ്റിലേക്ക് വരുവാണെങ്കിൽ ഷീറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ് ബേസിക്കലി. ഇറ്റ് ഫോംസ് ദ സെയിം പാറ്റേൺ ആസ് വി ഹാവ് മാത്സ് എക്സസൈസ് ബുക്ക്. ഓക്കെ, ദ റെക്ടാംഗിൾ ബോക്സസ്, ഇവിടെ വരുന്ന ഓരോ റെക്ടാംഗിൾ ബോക്സസിനെ നമ്മൾ സെൽ എന്നായിരിക്കും വിളിക്കുന്നത്. സെല്ലിന്റെ വാല്യൂസ് നമ്മൾ പറഞ്ഞതുപോലെ കോളം നെയിം ആൻഡ് റോ നമ്പർ. ഓക്കെ, കോളം നെയിം ആൻഡ് റോ നമ്പർ ചേർന്നിട്ട് വരുന്നതാണ് സെൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽ എന്ന് പറയുന്നത് E1 ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സെല്ലിലോട്ട് പോകണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സെലക്ഷൻ ആ ഒരു സെല്ലിലേക്ക് പോകുന്നതായിട്ടും കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൽ കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നൗ ഓരോ സെല്ലിനും എന്തുണ്ട്, നമ്മൾ പറഞ്ഞ ഓരോ സെൽ നമ്പർ ഉണ്ട്. ആ സെൽ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് റെക്കോർഡ് ആയിരിക്കും. ഓക്കെ, യുണീക്ക് വാല്യൂസ് ആയിരിക്കും സെൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ സെല്ലിന്റെ ടൈമിങ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലസ് ഷീറ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് ഷിഫ്റ്റ് F11 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ന്യൂ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഷിഫ്റ്റ് F11 എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ ഷീറ്റിലും നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഇൻസേർട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നു.
ഇവിടെ നിങ്ങൾക്ക് കാണാം ഷിഫ്റ്റ് ആൻഡ് F11 ആണ് ഇൻസെർട്ട് ഷീറ്റിനുള്ള ഷോർട്ട് കട്ട്. ഷീറ്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും, റീനെയിം ചെയ്യാനായിട്ട് കഴിയും. സോ ഷീറ്റ് 1 എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാണ്. എനിക്ക് ഷീറ്റ് റീനെയിം ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് ഈ ഒരു ഷീറ്റിന് ഇൻട്രോനെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ടു എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും. നോ വറീസ്. അല്ല നിങ്ങൾക്ക് ധാരാളം ഷീറ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ഓർ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വ്യൂ കോഡ്, ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഓപ്ഷൻസ്, ധാരാളം ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു ഡേറ്റ വരുമ്പോഴേക്കും നമുക്ക് ധാരാളം ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇതിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഡാറ്റ എൻട്രി ചെയ്യാനുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇൻട്രോ ഷീറ്റ് ഞാൻ ഇൻട്രോ ആയിട്ട് തന്നെ കൊടുക്കുന്നു. ദെൻ ഷീറ്റ് 2നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാറ്റ എന്ന് പറയുന്നു. ഷീറ്റ് 3നെ ഞാൻ എന്ത് പറയുന്നു, സമ്മറി എന്ന് പറയുന്നു. ഓക്കെ, എനിക്കിവിടെ സമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ദെൻ ഷീറ്റ് 4 എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ്, ഡാറ്റ വിഷ്വലൈസേഷന്. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. സോ ഇതുപോലെ നമ്മൾ എന്തിനാണോ ഓരോ ഷീറ്റും യൂസ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റിനെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സലിലെ സിൻഡെക്സിനെ കുറിച്ചുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എക്സൽ സിൻഡാക്സ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി ഒരു റോയിൽ നമുക്ക് വാല്യൂസ് എൻറ്റർ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി വാല്യൂസ് എൻറ്റർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ 1 2 3 എന്ന് പറയുന്ന വാല്യൂസ് എൻറ്റർ ചെയ്യാം. നമുക്ക് ന്യൂമറിക്കൽ ലെറ്റേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ക്യാരക്ടർ വാല്യൂസ് ആഡ് ചെയ്യാം. നമുക്ക് ന്യൂമറിക് ആൻഡ് ക്യാരക്ടർ ആൻഡ് ന്യൂമറിക് കോമ്പിനേഷൻസും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഫോർമുലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 1+1 എന്ന് പറയുന്ന ഒരു ആഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അതുപോലുള്ള ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈക്വൽ ടു സൈൻ ഉണ്ടാവും. ആൻഡ് നമുക്ക് ഓൾറെഡി ഉള്ള വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതാ മതി. അല്ല, നമുക്ക് സിംപ്ലി വാല്യൂസ് ആഡ് ചെയ്യാനാണെങ്കിൽ 1+1 നമുക്ക് സിംപ്ലി ആഡ് ചെയ്യാം. ഓർ ഈക്വൽ ടു സിമ്പിൾ കൊടുത്തിട്ട് നമുക്ക് സെല്ല് സെലക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് ഈ ഒരു വാല്യൂവും അതുപോലെ തന്നെ ഈ ഒരു വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. ആൻഡ് എന്ത് ചെയ്യണം, പ്ലസ് സിമ്പിൾ കൊടുത്തു. ആൻഡ് എനിക്ക് അടുത്ത് വേണ്ട സെല്ല് സെലക്ട് ചെയ്തു. സോ എനിക്ക് എന്ത് ചെയ്തു, അതിന്റെ സമ്മ് ഇവിടെ കിട്ടും. ഇങ്ങനെ സെല്ല് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കൊടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് ഓൾറെഡി എന്തുണ്ടാവും, വാല്യൂസ് ഇതുപോലെ ഉണ്ടാവും. സോ എനിക്ക് എന്ത് ചെയ്യണം, സമ്മ് കിട്ടണം. ഇതിന്റെ സമ്മ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, സെല്ല് സെലക്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. സോ അല്ല എങ്കിൽ എനിക്ക് ഓൾസോ എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈക്വൽ ടു സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ സെൽസ് ആണോ എനിക്ക് വേണ്ടത് അത്രയും സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിന്റെ സം ഇവിടെ കിട്ടും. ഓക്കെ, അല്ല എനിക്കിത് ചെയ്യണ്ടെങ്കിൽ നമുക്കിവിടെ ഓട്ടോ സം എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ടാവും. ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മ് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി സമ്മ് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ടാണ്. സോ ഇവിടെ നമുക്ക് സമ്മ് വേണമെങ്കിൽ ഓട്ടോ സമ്മ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും വാല്യൂസ് സെലക്ട് ആവും. സോ സമ്മ് നമുക്ക് അവിടെ ജനറേറ്റ് ആവും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിൾ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊരു ഡമ്മി വാല്യൂസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ലൈക്ക് ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ കുറച്ച് ഡമ്മി വാല്യൂസ് ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളംസ് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ലൈക്ക് എന്ത് ചെയ്യണം, എനിക്ക് സോ ഇവിടെ A1 വാല്യൂ ഉണ്ട്, B1 വാല്യൂ ഉണ്ട്. എനിക്ക് അതിന്റെ സം എന്ന് പറയുന്ന എന്ത് കിട്ടണം, സിയിൽ എനിക്ക് കിട്ടണം.
ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു എന്താ ഫസ്റ്റ് വാല്യൂ പ്ലസ് സെക്കൻഡ് വാല്യൂ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുന്നതാണ്, ഈ ഒരു സം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ. ഇവിടെ എനിക്ക് അതിന്റെ ഡിഫറൻസ് വേണം. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ മൈനസ് സെക്കൻഡ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഡിഫറൻസ് കിട്ടും. ഓക്കെ, നൗ ഇവിടെ എനിക്ക് അതിന്റെ പ്രോഡക്റ്റ് വേണം. സോ ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ, പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ സ്റ്റാർ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടു വാല്യൂ സെലക്ട് ചെയ്യുന്നു, നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. ആൻഡ് ഇവിടെ നേരത്തെ ആ കളേഴ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ആ കളേഴ്സ് വന്നത്. ഇവിടെ ഇനി നമുക്ക് ഡിവിഷൻ വേണം. സോ ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, എനിക്ക് അതിന്റെ ഡിവിഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, സോ അമിൽ സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? സാറേ ഇത് കുറച്ച് സൂം കൂട്ടിയൊക്കെ അത് കാണാൻ പറ്റുന്നൊരു സംശയം. ഓക്കെ ഓക്കെ, സോറി. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ സാർ, ഓക്കെ ഓക്കെ. ഓക്കെ, നൗ എനിക്ക് ഈ രണ്ട് വാല്യൂസിന്റെ സം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓട്ടോ സമ്മും കൊടുക്കാം. സോ സം ഓൾറെഡി ഇവിടെ സെലക്ട് ആയിട്ട് എനിക്ക് അതിന്റെ സമ്മും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നൗ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപിളി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ബേസിക് എക്സൽ സിൻടാക്സ് വരുന്നത്. ഇനി എന്താ ഓക്കെ, റേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ സെല്ല് സെലക്ട് ആവും. നമുക്ക് കോപ്പി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നോർമലി ഒന്നുകിൽ നിങ്ങൾക്ക് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാം. കൺട്രോൾ-C കോപ്പി, കൺട്രോൾ-V പേസ്റ്റ്, കൺട്രോൾ-X കട്ട്, ഇതുപോലുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാർ യൂസ് ചെയ്യാം. ഓക്കെ, ഈ കമാൻഡ്സ് യൂസ് ചെയ്യാം ഡയറക്റ്റ്ലി. സോ ആസ് പെർ യുവർ കൺവീനിയൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഈ 309 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി എനിക്ക് ഈ 320 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, അത് എനിക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം. സോ സിംപ്ലി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സെല്ലിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ ഫോമാറ്റും എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ കോപ്പി ആവുന്നുണ്ടാവും. എനിക്ക് അത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്യണ്ട. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഐക്കൺ അവിടെ പോപ്പ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് വാല്യൂസ് മാത്രം മതി. ഓക്കെ, പേസ്റ്റ് വാല്യൂസ് ഓൺലി. സോ വാല്യൂ മാത്രം മതി, എനിക്ക് ഫോർമാറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ വാല്യൂ മാത്രം അവിടെ പേസ്റ്റ് ആവും. സോ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോ ഞാൻ ഈ ഒരു വാല്യൂ കോപ്പി ചെയ്തു. ഓക്കെ, നോർമലി ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓക്കെ, ഇത് പ്രോഡക്റ്റ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എനിക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. എനിക്ക് അതിന്റെ എന്ത് മാത്രം മതി, വാല്യൂ മാത്രം മതി. സോ വാല്യൂ അവിടെ പേസ്റ്റ് ആയി. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു വാല്യൂ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. ഇനി അത് വേണ്ട, പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്താൽ മതി, എനിക്ക് വാല്യൂസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പേസ്റ്റ് ഓപ്ഷനിൽ പോയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് മാത്രം സെലക്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് പേസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ സെൽസ് സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് കോപ്പി പേസ്റ്റ് നമ്മൾ പറഞ്ഞു. ഈ മൾട്ടിപ്പിൾ സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്ത് മൗസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഷിഫ്റ്റും ആരോസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ട്. ഓർ കൺട്രോൾ ഷിഫ്റ്റ്, എനിക്ക് ഈ ഒരു കോളത്തിലുള്ള അല്ലെങ്കിൽ റോയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് മുഴുവൻ സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുത്തു കഴിഞ്ഞാൽ കോളത്തിലുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ആവും. ഓർ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ റോയിലുള്ള എല്ലാ വാല്യൂസും കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നെ സെലക്ട് ആവും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന വാല്യൂസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, സെലക്ട് ആവുന്നത്. ഓക്കെ, കൺട്രോൾ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇവിടെ സെലക്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത വാല്യൂസ് മാത്രം സെലക്ട് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിന് കൺട്രോൾ യൂസ് ചെയ്തിട്ട്, മാക്കിലാണെങ്കിൽ കമാൻഡ് സിംപ്ലി യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കോളം നൈൻസിൽ
ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റെ കോളം സെലക്ട് ആവും. ഓക്കെ, എൻ്റെ റോ സെലക്ട് ആവണമെങ്കിൽ ആ റോ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി, എൻ്റെ റോ എന്ത് ചെയ്യുന്നുണ്ടാവും, സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഈ എൻ്റെ റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, അത് വേറൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എൻ്റെ റോ ആൻഡ് കോളംസ് സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഷീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഷീറ്റ് നിങ്ങൾക്ക് സെലക്ട് ആവും. അപ്പോൾ എൻ്റെ ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, സെലക്ട് ആയിട്ടുണ്ടാവും. സെലക്ഷൻ റേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ A1 ഒരു കോളൻ ഇട്ടിട്ട് നമ്മളിപ്പോൾ ചെയ്തത് ഈ 10 വരെയുള്ള കാര്യങ്ങളാണ്. ഈ 12 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സെലക്ട് ആവുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് കോളത്തിൽ വെച്ചിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 12 വരെയാണ് വേണ്ടത്, അപ്പോൾ ഈ 12 ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, എൻ്റെ വാല്യൂസ്, എൻ്റെ സെൽസ് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ വാല്യൂസ് ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നൗ ഓക്കെ, സോ ഓക്കെ, നമുക്ക് എന്താ ഒരു വാല്യൂസ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമുക്ക് കോപ്പി എന്ന് പറയുന്ന കാര്യം നോക്കാം. സോ എനിക്ക് എന്ത് ചെയ്യണം, 1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, എനിക്ക് ഇത് എന്ത് ചെയ്യണം, 10 ടൈംസ് ഫില്ല് ചെയ്യണം. ഓക്കെ, സോ എനിക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ 1 എന്ന് പറയുന്ന വാല്യൂ കോപ്പി ചെയ്യാം. ആൻഡ് ഞാൻ 10 റോസ് സെലക്ട് ചെയ്തു. ആൻഡ് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. സിംപ്ലി എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാം. അത്രയും പ്ലേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ വാല്യൂവിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിംപ്ലി കോപ്പി ചെയ്തു. ഇനി അതല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 എന്ന് പറയുന്ന വാല്യൂ സെലക്ട് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ കാണാനായിട്ട് പറ്റും. ഒരു സെല്ലിന്റെ റൈറ്റ് ബോട്ടം എൻഡിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ കാണാം. അവിടെ നിങ്ങൾ മൗസ് പോയിന്റർ കൊണ്ടുപോകുമ്പോഴേക്കും ഈ ഒരു സിമ്പൽ മാറിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു സിമ്പലിലോട്ട് മാറും. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നിങ്ങൾക്ക് ആ വാല്യൂസ് എല്ലാം തന്നെ ഫ്ലാഷ് ഫിൽ ആവുന്നത് കാണാം. ഓക്കെ, സിംപ്ലി ഫിൽ ആവുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് എന്ത് വേണം, ഈ ഒരു വാല്യൂ വേണ്ട, നിങ്ങൾക്ക് അല്ലാതെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ ടെക്സ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ടെക്സ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഓക്കെ, ഇവിടെ ഇപ്പോ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു 10 നമ്പേഴ്സ് ഫില്ല് ചെയ്യുന്നുണ്ടാവും. കാരണം ഓൾറെഡി ആ റോസിൽ, അതിന് മുന്നേ ഉള്ള റോസിൽ ആ 10 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ വാല്യൂസ് 10 ടൈംസ് ആയിരിക്കും ഫ്ലാഷ് ഫില്ല് ആവുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു രീതിയിൽ അല്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഞാനിവിടെ ഈ ഒരു വാല്യൂ ആണ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് എന്താ ഈ ഒരു 16 സെല്ലിൽ ഈ വാല്യൂ വേണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള മീൻസ് ഒരു വാല്യൂ തന്നെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റോയിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് സെല്ലിലുള്ള അതേ വാല്യൂ ബാക്കി എല്ലാത്തിലും പേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഡി എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ഡി അല്ലെങ്കിൽ കമാൻഡ് ഡി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് റോയിൽ, നമ്മുടെ സെലക്ഷനിലെ ഫസ്റ്റ് റോയിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടാവും, ലാസ്റ്റ് വരെയും ഫില്ല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കൺട്രോൾ ഡി എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇനി എനിക്ക് ഇതല്ലാതെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഫസ്റ്റ് റോയിൽ 1 എന്നും, ഓക്കെ, ഫസ്റ്റ് റോയിൽ 1 എന്നും സെക്കൻഡ് റോയിൽ 2 എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് കൊടുക്കുന്നു. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് 2 റോയിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സീക്വൻസ് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഒരു റോയിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സീക്വൻസ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഏതൊരു സീക്വൻസ് നിങ്ങൾക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ 2ഉം 4ഉം കൊടുത്തു. ഓക്കെ, ദെൻ ഡ്രാഗ് ചെയ്തു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ്, ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ത് ചെയ്യാൻ പറ്റും, റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡേറ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം, ഡേറ്റ് എനിക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യണം. ഞാൻ എന്താ കൊടുക്കുന്നു, ജസ്റ്റ് 01 02 2026. ഓക്കെ, February 1 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കണ്ടിന്യൂ ചെയ്ത് വരാനായിട്ട് കഴിയും. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തുണ്ട്, ഇവിടെ ഇയേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഇയേഴ്സ് അല്ല, നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് വേണ്ടത് ഡേറ്റ് ഇൻക്രീസ് ആയിട്ട് വരികയാണ് വേണ്ടത്. സോ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോമാറ്റിൽ കൊടുക്കുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡേറ്റ് ഇൻക്രിമെന്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഹൈഫൺ വെച്ചിട്ട് നിങ്ങൾ പാസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലാഷ് വെച്ചിട്ട് പാസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ഇതുപോലെ തന്നെ എന്താ സീക്വൻസ് നിങ്ങൾക്ക് ജനറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്പറും അതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഹലോ 1 എന്ന് പറഞ്ഞു, ആൻഡ് ഹലോ 2 എന്നുള്ള വാല്യൂവും ഞാൻ കൊടുക്കും. ഓക്കെ, സോ ഹലോ 1ഉം 2ഉം എടുത്തു. പിന്നെ അതിനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹലോ എന്ന് പറയുന്ന സീക്വൻസ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ഹലോ 1 2 3 4 ആ ഒരു രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഞാനൊരു സാമ്പിൾ ഡേറ്റ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഞാനൊരു ഷീറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഷീറ്റിൽ ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ ഓക്കെ ആണോ? കുറച്ചുകൂടെ സൂം ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ, ഈ ഒരു ഡാറ്റ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഈ ഒരു ഡേറ്റ ഉണ്ട്. ഈ ഒരു ഡേറ്റയിൽ ഇവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ ഡേറ്റയാണ്. ഒരു കോമ്പറ്റീഷനിൽ അറ്റാക്കും ഡിഫൻസിന്റെ ഒരു ഡേറ്റ നമുക്ക് എടുക്കാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നൈം എന്ന് പറയുന്ന വേരിയബിൾ നോക്കിക്കഴിഞ്ഞാൽ, നൈം എന്ന് പറയുന്ന കോളം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, ആ കോളത്തിൽ എല്ലാ വാല്യൂസും വിസിബിൾ അല്ല. സോ നിങ്ങൾ ഈ ഒരു കോളത്തിന്റെ ഈ ഒരു സെല്ലിലോട്ട് വരുന്ന സമയത്ത്, കോളത്തിന്റെ ഈ ഒരു ലൈനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പോയിന്റർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു രീതിയിൽ മാറുന്നുണ്ടാവും. സോ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ അഡ്ജസ്റ്റ് ആവുന്നതാണ് വിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ അഡ്ജസ്റ്റ് ആവുന്നുണ്ടാവും. സോ എല്ലാ കോളംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതല്ല, എൻ്റെ ഡാറ്റ എനിക്ക് എന്ത് ചെയ്യണം, ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് 3 കോളത്തിലാണ് ഇതുള്ളത്. ഈ 3 കോളംസും സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കോളവും ഓട്ടോ അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നൗ ഇനി എനിക്ക് എന്ത് വേണം, ഇവിടെ എനിക്കൊരു ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. ടോട്ടൽ എന്ന് പറയുന്നത് ഈക്വൽ ടു എനിക്ക് എന്ത് വേണം, സം ഓഫ് ദീസ് ടു. ഓക്കെ, ഈ രണ്ടിന്റെയും സം ആയിരിക്കണം എനിക്ക് ടോട്ടൽ. ഇനി ഈ ഒരു ഡേറ്റ ഉണ്ട്, എനിക്ക് ഇത്രയും കാര്യങ്ങളുടെ ടോട്ടൽ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽസ്
ഇവിടെ അത്രയും വാല്യൂസിന്റെ ടോട്ടൽസ് നമുക്ക് ഫില്ല് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ടും നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതേ കാര്യം ഞാൻ ഈ ഒരു ടോട്ടൽ കണ്ടുപിടിച്ചു. ഞാൻ ഇവിടെ ഒരു ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഈക്വൽ ടു ടോട്ടൽ എന്ന് പറയുന്നത് ദിസ് വൺ പ്ലസ് ദിസ് വൺ. ഓക്കെ, ഈ വാല്യൂസ് എടുക്കുകയാണ്. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ ഡബിൾ ക്ലിക്ക് എന്ത് ചെയ്യില്ല, വർക്ക് ആവില്ല. പക്ഷെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂസ് അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഡബിൾ ക്ലിക്ക് വർക്ക് ആവണമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം, കോളംസ് കണ്ടിന്യൂസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഡബിൾ ക്ലിക്ക് അവിടെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, പക്ഷെ എന്താ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, വർക്ക് ആവുന്നുണ്ടാവും. ഇനി ഇതുപോലെ തന്നെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഒരു പർട്ടിക്കുലർ ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമുല ഈ ത്രൂ ഔട്ട് പേസ്റ്റ് ആവാനും കൺട്രോൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷനിൽ മുഴുവൻ തന്നെ ആ ഒരു ഫോർമുലയും അപ്ലൈ ആവും. ഓക്കെ, കൺട്രോൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെല്ലിനെ നമുക്ക് ഒരു സെലക്ട് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പോയിന്റർ കൊണ്ട് ആ സെലക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാൻഡ് സിമ്പിൾ കാണാനായിട്ട് കഴിയും. ഈ ഒരു ഹാൻഡ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെലക്ഷനെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഈ ഒരു ഡാറ്റ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഹാൻഡ് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഹാൻഡ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡാറ്റനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഹാൻഡ് സിമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാം. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓർ നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം, കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഡാറ്റ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് കൊടുക്കാം. ഡാറ്റ സെലക്ഷൻ ഡിലീറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നൗ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഒരു സെല്ല് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ സെല്ല് ആഡ് ചെയ്യേണ്ടത്, സോ ഞാനത് ഇനിഷ്യലി തന്നെ കൊണ്ടുവെക്കാം. എനിക്കിവിടെ 10th റോയിൽ എനിക്കൊരു കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ഓക്കെ, ഒരാളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റോ സെലക്ട് ചെയ്യാം. ആൻഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോ ഇൻസേർട്ട് ആവുന്നത് കാണാം. ഇതുപോലെ കോളം സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇവിടെ ഞാനൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, സംതിങ് ഈ ഒരു 55 ആൻഡ് 32. സോ രണ്ട് വാല്യൂസ് കൊടുത്തു, ഓട്ടോമാറ്റിക്കലി അടുത്ത കോളം ഫിൽ ആവുന്നത് നിങ്ങൾക്ക് കാണാം. ബിക്കോസ് ഫോർമുല ഓൾറെഡി പോയിട്ടുള്ളതും. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കോളംസും റോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യാനും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു കോളം എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് കാണും. അല്ലെങ്കിൽ സിംപ്ലി എൻ്റെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ അമർത്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റോയും അതുപോലെ തന്നെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നുണ്ടാവും. ബട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് ഡിലീറ്റ് ആയി പോകുന്നത് മാത്രമേ ഉണ്ടാവും, ആ ഒരു ബ്ലാങ്ക് ആയിട്ട് അവിടെ ഉണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ റോ ഡിലീറ്റ് ആവുന്നത് കാണാം. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ്. ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവത്തേ ഉള്ളൂ, വാല്യൂസ് ഡിലീറ്റ് ആവും, റോ ഡിലീറ്റ് ആവില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഡിലീറ്റ് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ റോ ഡിലീറ്റ് ആവുന്നത് കാണാം. ഓക്കെ, then undo redo നിങ്ങൾക്ക് അറിയാം, ലൈക്ക് എന്താ കൺട്രോൾ Z കൊടുത്തു കഴിഞ്ഞാൽ അണ്ടു ആവും, കൺട്രോൾ Y കൊടുത്തു കഴിഞ്ഞാൽ റീഡു ആവും.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ മേളിലെ റിബണിൽ ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യാം, അൺഡു ഓർ റീഡു. ഓക്കെ, എക്സലിൽ 10 ടൈംസ് ആണ്, 10 ടൈംസ് അല്ല, കൂടുതൽ ടൈംസ് എന്താ ചെയ്യാം. നേരത്തെ 10 ടൈംസ് ആയിരുന്നു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്, ഇപ്പൊ കൂടുതൽ അൺഡു ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ഫോർമുലാസ്, നമ്മൾ ബേസിക് ഫോർമുലാസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഓക്കെ, ഇനി ജസ്റ്റ് ഫോർമാറ്റിംഗ് കാര്യങ്ങൾ ജസ്റ്റ് പറയാം. ലൈക്ക് നമുക്ക് സിംപ്ലി ഫോർമാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഹോം പേജിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോ ഈ വാല്യൂസ് നോക്കുകയാണെങ്കിൽ അത് വേരിയബിൾസിന്റെ നൈംസ് ആണ്. അപ്പൊ ഞാനത് ബോൾഡ് ചെയ്യുന്നു. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചൊരു ഡാർക്ക് കളേഴ്സ് കൊടുത്തു. ആൻഡ് സൈസ് എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നുണ്ടാവും. സോ അതുപോലെ തന്നെ ഇൻക്രീസും ഡിക്രീസും സൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയും. സോ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 80, ഇവിടെ ഒരു 100 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു അത്യാവശ്യം ടോപ്പ് വാല്യൂ ആണ്. അത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഉപയോഗിക്കാം, ഫിൽസ് കളർ ഉപയോഗിക്കാം, അത് ഹൈലൈറ്റ് ചെയ്യാം. സോ ഇവിടെ ഒരു 90 ഉണ്ട്, ഇവിടെ ഒരു 160 ഉണ്ട്. സോ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ഒരു പുവർ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ എന്തൊരു പുവർ പെർഫോമൻസ് ആണ് എന്ന് പറയാം. സോ അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഷെയ്ഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും സെൽസിനെ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ സെൽസ് സെലക്ട് ചെയ്തിട്ടും എന്ത് ചെയ്യാം, കൺട്രോൾ വെച്ചിട്ട് മൾട്ടിപ്പിൾ സെൽസ് സെലക്ട് ചെയ്യാം. ഒരു 140 മേളിലുള്ളതിനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു യെല്ലോയിഷ് കളേഴ്സ് കൊടുക്കാം. ആൻഡ് ലെസ് ദാൻ 90 ഉള്ളതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കളേഴ്സ് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ പറ്റും. ഇത് ഫോർമാറ്റ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അല്ലാതെ തന്നെ മാനുവൽ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ. ഫോർമാറ്റ് ചെയ്യാം. ഓർ എനിക്ക് ഈ വാല്യൂസ് എല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു കളർ ഉണ്ട്, ജസ്റ്റ് ഫോർമാറ്റ് പെയിന്റർ ഇവിടുന്ന് ഉപയോഗിച്ചിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൽസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഫോർമാറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ലൈ ആവുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇതേ ഒരു കാര്യം തന്നെ ഇവിടെയുണ്ട്, 87 ഉണ്ട്. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഫിൽറ്റർ ആൻഡ് സോർട്ടിങ്. സോ നമുക്കിവിടെ സോർട്ട് ആൻഡ് ഫിൽറ്റർ ഉണ്ട്. ജസ്റ്റ് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ബാസ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഈ ഒരു ഡ്രോപ്പ് ഡൗൺസ് ഇവിടെ വരുന്നത് കാണാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിൽറ്ററോ സോർട്ടിങ്ങോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോർട്ടിങ്, ഫിൽറ്റർ ആൻഡ് സോർട്ടിങ് ഡ്രോപ്പ് ഡൗൺസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഡാറ്റ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, സോറി, കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫിൽറ്റർ ഇവിടെ അപ്ലൈ ചെയ്യാനും കളയാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു ടോട്ടലിന്റെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. ഓക്കെ, സോ സോർട്ട് ഓപ്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഫിൽറ്റർ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. ലൈക്ക് എനിക്ക് ഇപ്പോ എക്കൻസ് എന്ന് പറയുന്ന വാല്യൂ മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു വാല്യൂ മാത്രം അവിടെ ഫിൽറ്റർ വരും. സോ എനിക്ക് ഫിൽറ്റർ കളയാനാണെങ്കിൽ ക്ലിയർ ഫിൽറ്റർ കൊടുക്കുക, എല്ലാ വാല്യൂസും ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ആയിട്ട് വരുന്നത് കാണാം.
ഓക്കെ, സോ ഇതാണ് ബേസിക് ഫോർമാറ്റിംഗ് ആൻഡ് ഫിൽട്ടറിങ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഓൾസോ എനിക്ക് അറ്റാക്ക് പെർസെൻറ്റേജ്, ടോട്ടൽ അറ്റാക്ക് പെർസെൻറ്റേജ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അറ്റാക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സോറി, അറ്റാക്ക് ഡിവൈഡഡ് ബൈ ഈക്വൽ അറ്റാക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലിന്റെ പെർസെൻറ്റേജ്, അറ്റാക്കിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ 47% അറ്റാക്ക് ആണ്, ബാക്കി ഡിഫൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഇതൊരു ഈ ഒരു രീതിയിലാണുള്ളത്. അതിന് എനിക്ക് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഓക്കെ, അതിന് എനിക്ക് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ഈ ഒരു വാല്യൂസ് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ഉണ്ട്, പെർസെൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് ആവുന്നത് കാണാം. ഇനി ഡെസിമൽ പോയിന്റ്സ് വേണമെങ്കിൽ ഈ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഡെസിമൽസ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഡെസിമൽ പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെർസെൻറ്റേജസ് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്പർ ഫോർമാറ്റ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് നമ്പേഴ്സിനുള്ളിൽ കോമാക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഡെസിമൽ പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് നമ്മളെ ടൈമായി. സോ എന്തെങ്കിലും പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആക്കില്ല എന്നിട്ട് ബൈലിംഗ്വൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എപ്പോഴാ മെസ്സേജ് കാണുന്നു കേട്ടോ. സോ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. സോ എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, എന്ത് വിചാരിക്കുമെന്നൊന്നും തോന്നണ്ട, ഫ്രീ ആയിട്ട്. അതെ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മിക്കവാറും എല്ലാവർക്കും പരിചിതമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മള് ഒരു കോഴ്സ് ആകുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ തൊട്ട് തുടങ്ങണമല്ലോ. അറിയില്ലാത്ത ആൾക്കാരെയും കൺസിഡർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയതായിരുന്നു. ഓക്കെ സാർ, ഡൗട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ബേസിക് ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ കവർ ചെയ്തത്. അതെ, ഓക്കെ, താങ്ക് യു. okay, thank you everyone, thank you for your time, have a good night, bye. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ.